ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് സൂപ്പർ പൊസിഷൻ തിയറത്തിലെ ഒരു ക്ലാസ് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. സൂപ്പർ പൊസിഷൻ തിയറത്തിൽ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സൂപ്പർ പൊസിഷൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞത് ഇതാണ്. ഫിഗർ കാണണ്ടല്ലോ, രണ്ട് സോഴ്സ് ഉണ്ടാവും. ഒന്ന് 6 വോൾട്ടും ഒന്ന് 12 വോൾട്ടുമാണ്. അപ്പോൾ ഈ 6 വോൾട്ട് ഇതിൽ ചോദ്യം പറഞ്ഞിട്ട് എന്താ വെച്ചാൽ 6 ഓമിന് എതിരെയുള്ള കറണ്ടും അതുപോലെ 6 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് റിമൂവ് ചെയ്യുക. 12 വോൾട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഗർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യം കാണാനുള്ളത്. അപ്പോൾ 12 വോൾട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഗർ വരയ്ക്കണം. 12 വോൾട്ടേജ് സോഴ്സ് ആണ് റിമൂവ് ചെയ്യുന്നത് എങ്കിൽ ആ ഭാഗം ഷോർട്ട് ചെയ്യാണ് വേണ്ടത്. ആ ഷോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. ആ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് 1 ഓം എന്ന് പറഞ്ഞത്. നമ്മൾ ചിത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ആദ്യത്തേതിൽ നമ്മൾ ഈ സർക്യൂട്ടിൽ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ I1, I2 എന്നിവയും അതിൻ്റെ ഡയറക്ഷൻസും തന്നിട്ടുണ്ട്. എയിലേക്കാണ് I1 മാർക്ക് ചെയ്തിരിക്കുന്നത്, I2 മാർക്ക് ചെയ്തിരിക്കുന്നത്, എയിൽ നിന്ന് ബിയിലേക്കാണ് I മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് തന്നിട്ടില്ല എങ്കിൽ ഈ രീതിയിൽ മാർക്ക് ചെയ്യണം. അതേപോലെ 12 വോൾട്ട് റിമൂവ് ചെയ്ത ശേഷം വീണ്ടും ഈ കറണ്ട് സോഴ്സുകളെല്ലാം മാർക്ക് ചെയ്യേണ്ടതുണ്ട്, വേറെ പേര് ഉപയോഗിച്ച് തന്നെ. പക്ഷെ ആദ്യം ഉപയോഗിച്ച പേരിനോട് സാമ്യമുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പേരുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ചതെല്ലാം I1, I2, I എന്നാണെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് I1 ഡാഷ്, I2 ഡാഷ്, I ഡാഷ് എന്നിവയാണ്. അപ്പോൾ അങ്ങനെ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്കത് ആ കറണ്ടുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം 2 ഓം സീരീസ് ആണ് 1 ഓമിന്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 2 + 1 3 ഓമാണ്. അത് വീണ്ടും വരയ്ക്കുക. അതായത് 2 ഓമും 2ഉം 1ഉം ചേർത്തുള്ള 3 ഓമിൻ്റെ പടം സർക്യൂട്ട് വരയ്ക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ഫിഗർ എന്ന് പറഞ്ഞത് 6 ഓമിന് പാരലൽ ആയിട്ടുള്ള 3 ഓം ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നാൽ 6 × 3 18 ഡിവൈഡഡ് ബൈ 6 + 3 9. 18/9 എന്ന് പറയുമ്പോൾ 2 ഓം റെസിസ്റ്ററാണ്. അത് കഴിയുമ്പോൾ ആ 2 ഓം റെസിസ്റ്റർ മാത്രമാക്കിക്കൊണ്ട്, അതായത് 6 വോൾട്ട്, I1 ഡാഷ്, 2.5 ഓം, പിന്നീട് ബാക്കി വരുന്ന 2 ഓം മാത്രം. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ആ ഫിഗർ വീണ്ടും വരയ്ക്കുക. സർക്യൂട്ട് വരയ്ക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ ലാസ്റ്റ് മൂന്നാമത്തെ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും I ഡാഷ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 2.5 + 2 + 1/2 5 ഓമും, I1 ഡാഷ് എന്ന് പറഞ്ഞാൽ 6 വോൾട്ട് ഡിവൈഡഡ് ബൈ 5 ഓമും. അപ്പോൾ 6/5 എന്ന് പറഞ്ഞാൽ 1.2 ആംപിയറുമാണ്. വീണ്ടും പഴയ സർക്യൂട്ട് പൂർണ്ണമായിട്ടും നമ്മൾ വരയ്ക്കുക. പൂർണ്ണമായും വരച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഇനി കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കാം. അങ്ങനെ കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കുമ്പോൾ I1 ഡാഷ് എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് 1.2 ആണെങ്കിൽ ആ 1.2 ആംപിയറിനെ
I2 ഡാഷ് ആണെങ്കിൽ I2 ഡാഷ് പോവാത്ത ഭാഗം അത് 6 ഓം മാത്രമുള്ളതാണ്. ഈ സമയത്ത് 2.5ക്ക് അവിടെ റോളൊന്നുമില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. 2.5ക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും തന്നെ ഇല്ല. രണ്ടരക്ക് അവിടെ റോളൊന്നും തന്നെ ഇല്ല. 2.5 ഓമിന് പ്രത്യേകിച്ച് റോളൊന്നും തന്നെ ഇല്ല. അപ്പോൾ 1.2 ആംപിയർ ഇൻറ്റു I2 ഡാഷ് പോവാത്ത 6 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 2 പ്ലസ് 1 ടോട്ടൽ റെസിസ്റ്റൻസ് എ ബി. ആ സർക്യൂട്ടിൻ്റെ ഭാഗത്ത് മാത്രമുള്ള 6 പ്ലസ് 2 പ്ലസ് 1 0.8 ആംപിയർ വരും. I ഡാഷ് എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്തതിന് വ്യത്യസ്തമായിട്ട് I ഡാഷ് എന്ന് പറയുന്നത് പോകുന്നത് 6 ഓമിലൂടെയാണ്. ചിത്രം നോക്കിയാൽ കാണാം, എ മുതൽ ബി വരെയാണ്. അപ്പോൾ 1.2 ഇൻറ്റു ബാക്കി വരുന്ന റെസിസ്റ്റൻസ് 2 പ്ലസ് 1, 2.5 ഉപയോഗിക്കാത്ത 2.5 അവിടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. 2 പ്ലസ് 1 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 6 പ്ലസ് 2 പ്ലസ് 1. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തില്ല, 2.5 ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 ആംപിയർ ആണ്. അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നു, 6 ഓം റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുന്നു. 6 വോൾട്ട് സോഴ്സിനെ റിമൂവ് ചെയ്യുന്നു, 12 വോൾട്ടേജ് സോഴ്സിനെ അവിടെ നിലനിർത്തുന്നു. അപ്പോൾ 6 ഓം റെസിസ്റ്റൻസിൻ്റെ അവിടെ ബാക്കി വരുന്നത് 0.5 ഓം ആണ്. ഇപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അടുത്ത വോൾട്ടേജ് സോഴ്സിനെ റീപ്ലേസ് ചെയ്യുന്നു. വോൾട്ടേജ് സോഴ്സ് മാത്രമായതുകൊണ്ട് അത് റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യുകയും ഇന്റേണൽ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട് എങ്കിൽ അതവിടെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ എന്താണ് പറയുക, ആ വോൾട്ടേജ് സോഴ്സ് 12 വോൾട്ടേജ് സോഴ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് സോൾവ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ 0.5 ഓം 2.5 ഓമിന് സീരീസ് ആണ്. അപ്പോൾ 0.5 പ്ലസ് 2.5 ആണെങ്കിൽ 3 ഓം ആണ് വരിക. അത് കഴിഞ്ഞാൽ ആ 3 ഓമുള്ള ഫിഗർ വരയ്ക്കുക. ആ 3 ഓമുള്ള ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ബാക്കി ഫിഗർ എങ്ങനെ വരും? 3 ഓം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നുണ്ട്, 3 ഓം പാരലലായിട്ട് 6 ഓമിന്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏത് തമ്മിൽ മാത്രമുള്ളതാണ് ടോട്ടൽ കാണുന്നത്? 3 ഓം പാരലൽ ടു 6 ഓം. 3 ഓം നേരത്തെ കണ്ടുപിടിച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 ഗുണം 3 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 3, ദാറ്റ് ഈസ് 2 ഓം വരും. വീണ്ടും അതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള റെസിസ്റ്റൻസിന് നമ്മൾ മാർക്ക് ചെയ്യും. അതെല്ലാം ഒഴിവാക്കിയുള്ള റെസിസ്റ്റൻസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കി വരുന്നത് 2 ഓം എ ബി, 2 ഓം I2 ഡാഷ്, 12 വോൾട്ട് 1 ഓം. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കൂട്ടണം 2 കൂട്ടണം 1 5 ഓം. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, ഓംസ് ലോ പ്രകാരം. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 2.4 ആംപിയർ. ഇത്രയും ഫിഗറുകളും ഇത്രയും സർക്യൂട്ടുകളും ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കാണാൻ കഴിയുള്ളൂ, കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ 12 വോൾട്ടേജ് മാത്രം റിട്ടേൺ ചെയ്തുകൊണ്ടുള്ള ഫിഗറാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ഫിഗർ നമ്മൾ വീണ്ടും വരച്ചു. എന്നിട്ട് അവിടെ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്? I2 ഡാഷ് എന്ന് പറയുന്നത് 2.4 ആണ് എന്ന് മാർക്ക് ചെയ്യുക. വീണ്ടും യൂസിങ് കറണ്ട് ഡിവിഷൻ റൂള്. അപ്പോൾ 2.4 ഗുണം 6 എന്ന് പറയുന്നത് I1 ഡബിൾ ഡാഷ് 2 ഡാഷ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ അതിന് പേര് കൊടുത്തിട്ടുള്ളത്. 2.4 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 9, 9 കിട്ടിയത്. ടോട്ടൽ റെസിസ്റ്റൻസ് 6, 2.5 0.5 കൂടി ആഡ് ചെയ്തതാണ്. ആ ബാറ്ററി ഓമോ അതിൻ്റെ സൈഡിലുള്ള 2 ഓമോ ഒന്നും തന്നെ അതിൽ ഉപയോഗിച്ചിട്ടില്ല. അടുത്തത് I ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ 2.5 ഇൻറ്റു 2.4 ഇൻറ്റു
2.5 ഓം പ്ലസ് 0.5 ഡിവൈഡ് ബൈ 9 0.8 ഓം ആണ്. ഇത്രയെല്ലാം കണ്ടുപിടിച്ച ശേഷം ഇതേ പ്രകാരം 3 ചിത്രങ്ങളും വരച്ചു വയ്ക്കുക. നിർബന്ധമായിട്ട് വരയ്ക്കേണ്ടതാണ്. 3 ചിത്രങ്ങളും ഒരുമിച്ച് കാണത്തക്ക രീതിയിൽ വരയ്ക്കാവുന്നതാണ്. വരച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് അത് അങ്ങനെ വരച്ചതെന്ന് വെച്ചാൽ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞത് സൂപ്പർ പൊസിഷൻ തിയറം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിച്ച് കറണ്ട് കണ്ടുപിടിക്കുക, ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, എങ്ങനെയാവും കറണ്ട് എന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കറണ്ട് ഡയറക്ഷനും കൂടി നോക്കുക. 6 വോൾട്ടേജിൽ നിന്ന് പുറപ്പെട്ട് എയിലേക്ക് വരുന്നതിനെയാണ് I1 എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 6 വോൾട്ട് നിലനിർത്തുമ്പോൾ സെയിം കറണ്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം കറണ്ട് സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. 6 വോൾട്ടിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് കറണ്ട് പോകുന്നത് 1.2. അതുകൊണ്ട് നമ്മളത് പോസിറ്റീവായിട്ട് എടുത്തു. ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് 1.2 എന്നെടുത്തു. പക്ഷെ നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കിയാൽ, വലത്തേ സൈഡിലുള്ള ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾ ആ കറണ്ട് ഡയറക്ഷൻ മാറ്റിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ദാറ്റ് ഈസ് I1 2 ഡാഷ് ഇട്ടിരിക്കുന്ന, മുകളിൽ 2 വര ഇട്ടിരിക്കുന്ന സാധനം 1.6 ആംപിയർ ആണെങ്കിലും അത് ആദ്യത്തെ ഫിഗറിൽ നിന്ന് അല്ലെങ്കിൽ മുകളിലെ ഫിഗറിൽ നിന്ന് 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ടാകുമ്പോഴുള്ള ഫിഗറിൽ നിന്ന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട്, എതിർ ഡയറക്ഷനിലായതുകൊണ്ട് അവിടെ നമ്മൾ മൈനസ് ചിഹ്നം ഇടണം. യഥാർത്ഥത്തിൽ കൂട്ടുകയാണ് വേണ്ടത്, പക്ഷേ 1.6ന് മൈനസ് ചിഹ്നം ഇട്ടു. 1.6 എന്ന് പറയുന്ന വാല്യൂ വലുതായതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെതായ ചിഹ്നം -0.4 ആംപിയർ എന്ന് മാർക്ക് ചെയ്തു. ഇതേ പ്രകാരം I2 കണ്ടുപിടിക്കുന്ന സമയത്തും നമുക്ക് I2 ഡാഷിൻ്റെ ഒരു ഡാഷുള്ളിടത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കാരണം 12 വോൾട്ടേജിൽ നിന്ന് പുറപ്പെട്ട് എയിലേക്ക് എത്തുന്ന മാതിരിയാണെങ്കിൽ എയിൽ നിന്ന് പുറപ്പെടുന്ന പോലെയാണ് I2 ഡാഷ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്ത് ചെയ്തേ പറ്റുള്ളൂ, -0.8ഉം. പക്ഷേ I2 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ 2 വോൾട്ടേജ് സോഴ്സും നിലനിൽക്കുന്ന അതേ പ്രകാരം 12 വോൾട്ടേജിൽ നിന്ന് എയിലേക്ക് കറണ്ട് പുറപ്പെടുന്ന അതേ ഡയറക്ഷനിൽ കാണിച്ചതുകൊണ്ട് അത് പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ വലിയ അക്കം 2.4 നിന്ന് 0.8 കുറച്ച് വലിയതിൻ്റെ ചിഹ്നമായ 1.6 ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് I ഈക്വൽ ടു I ഡാഷ് പ്ലസ് I ഡബിൾ ഡാഷ് ആണ്. അതായത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. എയിൽ നിന്ന് ബിയിലേക്കാണ് രണ്ടിൻ്റെയും ഡയറക്ഷൻ, I ഡാഷിൻ്റെ ആയാലും I2 ഡബിൾ ഡാഷിൻ്റെ ആയാലും. അതുകൊണ്ട് തന്നെ I കണ്ടുപിടിക്കാനായിട്ട് 0.4നെ 0.8 കൊണ്ട് കൂട്ടിയാൽ 1.2 ആംപിയർ ലഭിക്കുന്നതാണ്. അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളൊരു സംഖ്യ കൂട്ടേണ്ട തെറ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. ഇതുകൊണ്ട് നിങ്ങൾ ആൻസർ അവസാനിപ്പിക്കരുത്. വീണ്ടും ആ ഫിഗർ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ കറണ്ട് ഡയറക്ഷൻസ് മാർക്ക് ചെയ്യാവേണ്ടതാണ്. ആ കറണ്ട് ഡയറക്ഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റി വരയ്ക്കേണ്ടതാണ്. ഏത് കറണ്ട് ഡയറക്ഷൻ മാത്രം? I1 എന്ന് പറയുന്ന കറണ്ട് ഡയറക്ഷൻ മാത്രം മാറ്റി വരച്ചുകൊണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറ്റി വരച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടതാണ്? നിങ്ങളുടെ ഉത്തരം പൂർണ്ണമായും എഴുതേണ്ടതാണ്. താങ്ക് യു.